എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് മാസം 13-ാം തീയതി പുതിയതായി OTTയിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. പ്രേക്ഷകരുടെ ആകാംക്ഷയ്ക്ക് വിരാമിട്ടുകൊണ്ട് ഐ നോബഡിയുടെ OTT റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2026 ജൂലൈ മാസം റിലീസ് ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ പ്രധാന വേഷത്തെത്തിയ ഒരു ഹീസ്റ്റ് ആക്ഷൻ ത്രില്ലർ ചിത്രമായ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നിസാം ബഷീറാണ്. രാജീവൻ എന്ന സാധാരണക്കാരനായ ഒരു കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. റോഷേക്ക് എന്ന ചിത്രത്തിന് ശേഷം നിസാം ബഷീറും തിരക്കഥാകൃത്ത് സമീർ അബ്ദുള്ളയും വീണ്ടും ഒന്നിക്കുന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. പൃഥ്വിരാജിനെ കൂടാതെ പാർവതി തിരുവോത്ത്, ഹക്കീം ഷാജഹാൻ, വിജയരാഘവൻ എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും E4 എന്റർടൈൻമെന്റും ചേർന്ന് നിർമ്മിച്ച ഈ സിനിമയിൽ ഒരു ബാങ്ക് ജീവനക്കാരനായ രാജീവൻ അപ്രതീക്ഷിതമായി ഒരു ബാങ്ക് കൊള്ളയ്ക്ക് സാക്ഷിയാകുന്നതും കൊള്ളക്കാർ അദ്ദേഹത്തെ ബന്ദിയാക്കി കൊണ്ടുപോകുന്നതും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ജിയോ ഹോട്ട്സ്റ്റാറാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്കു എന്നീ ഭാഷകളിൽ ഓഗസ്റ്റ് മാസം 20 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു ഹോളിവുഡ് ഹൊറർ ത്രില്ലർ ചിത്രമാണ് ഫീഡ്. ഓർല എന്ന പെൺകുട്ടിക്ക് ഒരു വലിയ അപകടത്തിൽ തന്റെ കുടുംബം മുഴുവൻ നഷ്ടപ്പെടുന്നതോടെ അവൾ വളരെ വിഷാദത്തിലാവുകയും അവളെ സഹായിക്കാൻ അവളുടെ സുഹൃത്തുക്കളായ 5 സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒരു ഫോറസ്റ്റിലേക്ക് താമസം മാറുന്നതും ഫോറസ്റ്റിലെ ഒരു പുരാതന ശ്മശാന സ്ഥലത്ത് വെച്ച് അബദ്ധത്തിൽ ഓർലയുടെ രക്തം വീഴുകയും ഇത് നൂറ്റാണ്ടുകളായി ഉറങ്ങിക്കിടക്കുന്ന പിശാചിനെ ഉണർത്തുകയും ചെയ്യുന്നു. ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. റെന്റ് ഓർ ബൈ ഓപ്ഷനിൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി പൊളിറ്റിക്കൽ ഡ്രാമ ചിത്രമാണ് ആക്രി സാവൽ. അഭിജിത്ത് മോഹൻ വാരംഗ് സംവിധാനം ചെയ്ത് സഞ്ജയ് ദത്ത്, നമാഷി ചക്രവർത്തി, അമിത് സാദ്, സമീറ റെഡ്ഡി എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഈ മൂവി ഇപ്പോൾ ലയൺസ്ഗേറ്റ് പ്ലേയിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മലയാളം ഹൊറർ ത്രില്ലർ ചിത്രമാണ് അരൂപി. വയനാട് സ്റ്റേറ്റിലാണ് ഈ ഭീതിജനകമായ സംഭവം നടക്കുന്നത്. ഒരു പാവയ്ക്കുള്ളിൽ നിന്നും അവിചാരിതമായി ഒരു പ്രതികാരദാഹിയായ യക്ഷി രക്ഷപ്പെടുന്നതും അതോടുകൂടി ആര്യനാട് സ്റ്റേറ്റിൽ പുതുതായി താമസിക്കാൻ വരുന്ന ഒരു കൂട്ടം ആളുകളെ ഈ യക്ഷി വേട്ടയാടുന്നതും തുടർന്നുണ്ടാകുന്ന ഭയപ്പെടുത്തുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. അഭിലാഷ് വാര്യർ സംവിധാനം ചെയ്ത സിനിമയിൽ വൈശാഖ് രവി, നേഹ ചൗള, ജോയ് മാത്യു, സാക്ഷി ബദാല എന്നിങ്ങനെ വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. മലയാളം, തമിഴ്, തെലുങ്കു, ഹിന്ദി എന്നീ ഭാഷകളിൽ ആമസോൺ പ്രൈം വീഡിയോസ്, സിംപ്ലി സൗത്ത്, മനോരമ മാക്സ് എന്നീ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തമിഴ് റൊമാന്റിക് കോമഡി ചിത്രമാണ് ഹാർട്ടിൻ. സനന്ത്, മഡോണ സെബാസ്റ്റ്യൻ, എമയാട്ടി എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നവാഗതനായ കിഷോർ കുമാർ സംവിധാനം ചെയ്ത് 2026 ജൂൺ മാസം 26 റിലീസ് ചെയ്ത ഈ സിനിമയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ്, സിംപ്ലി സൗത്ത് എന്നീ OTT പ്ലാറ്റ്ഫോമുകളാണ്. ഈ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഓൺ റിലീസുകളിൽ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മലയാള സിനിമയാണ് ഖലീഫ. വൈശാഖിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് പ്രധാന വേഷത്തിലെത്തുന്ന ഈ സിനിമയിൽ മലയാളത്തിന്റെ ഇതിഹാസ താരം മോഹൻലാൽ ഒരു പ്രധാന അതിഥി വേഷത്തിൽ മാമ്പറയ്ക്കൽ അഹമ്മദ് അലി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. പോക്കിരാജയ്ക്ക് ശേഷം വൈശാഖും പൃഥ്വിരാജും ഒന്നിക്കുന്ന ഈ സിനിമയിൽ തെന്നിന്ത്യൻ താരം മാളവിക ശർമ്മ പ്രധാന വേഷത്തിലെത്തും. ഇവരെ കൂടാതെ രഞ്ജി പണിക്കർ, ശിവജിത്ത്, ഇന്ദ്രൻസ്, ഷെമി തിലകൻ, ഷൈൻ വർഗീസ്, മോഹിനി എന്നിങ്ങനെ വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഈ ബിഗ് ബഡ്ജറ്റ് സിനിമ ഓൺ റിലീസായി ഓഗസ്റ്റ് മാസം 20 തിയേറ്ററുകളിലെത്തും. അടുത്തൊരു ഹിന്ദി ഫാന്റസി അഡ്വഞ്ചർ ചിത്രമാണ് ദ ഗ്രേറ്റ് ഗ്രാൻഡ് സൂപ്പർ ഹീറോ. നാഷണൽ അവാർഡ് ജേതാവായ മനീഷ് സൈനി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ജാക്കി ഷറഫാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റിയ കോമഡിയും ആക്ഷൻ നിറഞ്ഞ നല്ലൊരു ഫാമിലി എന്റർടൈൻമെന്റ് ആണ് ഈ ചിത്രം. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 21 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു കോർട്ട് റൂം ലീഗൽ ഡ്രാമ വെബ് സീരീസ് ആണ് ദി കോർട്ട്. സംസാരത്തിൽ വിക്കുള്ള മിടുക്കിയായ ഒരു യുവ അഭിഭാഷകയാണ് ഈ കഥയിലെ നായിക. വലിയ പേരും പ്രശസ്തിയുമുള്ള സ്വന്തം പിതാവിനെ നീതിക്ക് വേണ്ടി പോരാടുന്നവൾ കോടതിയിൽ എതിർക്കേണ്ടി വരുന്നു. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന അവരുടെ കുടുംബ ബന്ധങ്ങളിലെ വൈകാരിക നിമിഷങ്ങളാണ് ഈ സീരീസിന്റെ പ്രധാന പ്രമേയം. യോഗ ലക്ഷ്മി, ജയപ്രകാശ്, മഹാലക്ഷ്മി എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സെപ്റ്റംബർ 4 മുതൽ തമിഴ് ലാംഗ്വേജിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹോളിവുഡ് സൈക്കോളജിക്കൽ ഹൊറർ സിനിമയാണ് ബാക്ക് റൂംസ്. ഒരു ഫർണിച്ചർ ഷോപ്പ് ഉടമ തന്റെ ഫർണിച്ചർ ഷോപ്പിന്റെ ബേസ്മെന്റിൽ നിന്നും വിചിത്രമായ ശബ്ദം കേട്ട് അങ്ങോട്ട് ചെല്ലുന്നതും അവിടെയുള്ള ഒരു പ്രത്യേക ചുമരിലൂടെ അദ്ദേഹം അബദ്ധത്തിൽ മറ്റൊരു ലോകത്തേക്ക് വീണുപോകുന്നു. അവിടെ അയാൾ കാണുന്നത് അവസാനമില്ലാത്ത മഞ്ഞച്ചുമരുകളും ഫ്ലോറസെന്റ് ലൈറ്റുകളുടെ ശബ്ദവും വിചിത്രമായ രൂപങ്ങളുമാണ്. അവിടെ നിന്നും അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുമാണ് സിനിമയുടെ പ്രധാന പ്രമേയം. സോണി ലിവിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷയിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ആന്റണി വർഗീസ് പേപ്പെ പ്രധാന വേഷത്തിലെത്തിയൊരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണല്ലോ കാട്ടാളൻ. കാടിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ആനക്കൊമ്പ് വേട്ടയും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ആന്റണി വർഗീസിനെ കൂടാതെ സുനിൽ, കബീർ ധുഹാൻ സിംഗ്, ജഗദീഷ്, തുഷാര വിജയൻ, ഹനൻ ഷാ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ആന്റണി വർഗീസ് പേപ്പയുടെ തകർപ്പൻ ആക്ഷൻ പ്രകടനങ്ങളും മാരിയായി എത്തിയ സുനിലിന്റെ വില്ലൻ വേഷവുമാണ് ഈ സിനിമയുടെ പ്രധാന ആകർഷണം. ഈ സിനിമ ഇപ്പോൾ മനോരമ മാക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്.